നമസ്കാരം. ജീവനും ജീവിതത്തിനും വേണ്ടി ഒന്നുപോലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ കാലത്തിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സജ്ജമാക്കിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും അതിപ്പോൾ അനുഭവിച്ച് ആസ്വദിച്ച് പഠിച്ച് തുടങ്ങിയിരിക്കുകയാണ്. വീട്ടുകാരും അതിൽ വളരെയേറെ സന്തോഷം കണ്ടെത്തുന്ന ഒരവസരത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച +2 സുവോളജിയുടെ തുടർച്ചയായിട്ട് ഹ്യൂമൻ റീപ്രൊഡക്ഷനിലെ ഗാമറ്റോജെനിസിസ് എന്ന പാഠഭാഗമാണ് നമുക്കിപ്പോൾ പഠിക്കുവാനുള്ളത്. നിങ്ങൾ സയൻസ് വിദ്യാർത്ഥികൾ വളരെയേറെ ഭാഗ്യം ചെയ്തവരാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രവർത്തനത്തിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കുവാനുള്ള അവസരം നിങ്ങൾ സുവോളജി വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ആരോഗ്യപരമായി വിജയിപ്പിക്കുവാൻ ഓരോ കുട്ടികളും ശ്രമിക്കുമെന്ന ഉറപ്പോടുകൂടി ക്ലാസ്സിലേക്ക് കടക്കാം. ഗാമറ്റോജെനിസിസ് എഴുതിക്കുക എല്ലാവരും. GAMETOGENESIS. Gametogenesis. What is gametogenesis? What are gametes? You know. Gamete means ലിംഗകോശം. പുംബീജകോശമുണ്ട്, that is spermatozoa or sperm. സ്ത്രീലിംഗകോശമുണ്ട്, ഓവം or egg, അണ്ഡം അല്ലേ? ഇതിൻ്റെ ഉൽപാദനം അതാണ് ഗാമറ്റോജെനിസിസ്, the production of gametes. Here 2 types of gametogenesis can be seen. One is spermatogenesis, the other is oogenesis. എഴുതിക്കേ ഈ 2 വാക്കും. ഇന്നത്തെ ക്ലാസ്സിൽ കുറേ വാക്കുകൾ നമ്മളിങ്ങനെ പഠിക്കും. ആ പഠിക്കുന്ന വാക്കുകൾ കൃത്യമായിട്ട് എഴുതി വെച്ച് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ച് വേണം മുന്നിലിരിക്കാനായിട്ട്. എഴുതിക്കേ spermatogenesis and oogenesis. First one is spermatogenesis, that is the formation അല്ലെങ്കിൽ the process of formation of spermatozoa is called spermatogenesis. Like that, the production of ovum അല്ലെങ്കിൽ ova, the female gamete is called oogenesis. oogenesis കണ്ടോ ആ വാക്ക് വന്നിരിക്കുന്നത്? ഓവം, ഊപ്ലാസം, ഊലമ്മ, oocyte, oogenesis. Like that, in connection with female gamete ചേർന്ന് ആ ഒരു പ്രൊണൗൺസിയേഷനിൽ വാക്കുകൾ വരും. ഇങ്ങനെ സുവോളജിയിൽ ഒത്തിരി നിങ്ങൾക്ക് കാണാൻ പറ്റും. വായിക്കുമ്പോൾ പ്രയാസം തോന്നുന്ന വാക്കുകൾ പോലും അർത്ഥം മനസ്സിലാക്കി പഠിക്കുവാൻ ശ്രമിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. So here in spermatogenesis, so many stages we can see. Where this male gamete production takes place, you know, ബീജാണുജനക നളികകൾ, that is seminiferous tubules. You have already studied the structure of seminiferous tubule. ഒന്ന് ഓർമ്മിച്ചേ. The inside wall of seminiferous tubules contain spermatogonium, that is sperm mother cell. sperm ആയിട്ട് മാറേണ്ട മദർ സെൽ, മാതൃകോശങ്ങൾ, that is spermatogonium. Then inside here and there you will get Sertoli cells, nurse cells. They provide nutrients to the growing spermatozoa. Now see, so many seminiferous tubules are there. In between the seminiferous tubules, interstitial cells can be seen. They are otherwise called Leydig cells. No? So Leydig cells in between seminiferous tubules we can see. Inside the seminiferous tubules, spermatogonium. They are sperm mother cell from which the spermatozoa are produced. Spermatogonium undergoes mitotic division. As a result of mitotic division of spermatogonium, so many cells are formed. They are called primary spermatocyte. Write the name, primary spermatocyte. What about the chromosome nature of this?
These are all diploid because just like our body cells, all the cells are in diploid nature. What is meant by diploid nature? They contain two sets of chromosomes. Our body cells are diploid. Here, what is going to happen? Gamete should be formed. What is the nature of gamete? You have already studied. എന്താണ് ഗാമറ്റിൻ്റെ നേച്ചർ? ദേ ആർ ഹാപ്ലോയിഡ്. സോ ഫ്രം ദി ഡിപ്ലോയിഡ് സ്പെർമാറ്റോഗോണിയം ഹാപ്ലോയിഡ് ഗാമറ്റ് ഷുഡ് ഫോം. അതിനു വേണ്ടിയിട്ട് ആദ്യം മൈറ്റോട്ടിക് ഡിവിഷൻ നടത്തി പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്സ് സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നു. തുടർന്ന് some of the primary spermatocytes undergoes meiosis periodically throughout the life in the case of male. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? spermatogenesis taking place throughout the life in male. ഇവിടെ ഒരു രസകരമായ ഒരു കാര്യം നിങ്ങൾ പേപ്പറിൽ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ആഴ്ചയോ ഒക്കെ വായിച്ചു കാണും. ഫിയാങ് സി ചുങ് അദ്ദേഹത്തിൻ്റെ 3ാം വിവാഹത്തിൽ ഭാര്യ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വയസ്സ് 78. ഓർക്കുന്നുണ്ടാവും, ഒന്ന് പേപ്പർ മറിച്ച് നോക്കുക. എന്തുകൊണ്ടാണിത് സംഭവിച്ചത്? 78ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് പിതാവാകുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. ദാറ്റ് ഈസ് spermatogenesis is a continuous process. But that is not in the case of female. Here മെനോപാസ് അല്ലേ, ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റോപ്പാകും. പിന്നെ കുഞ്ഞുങ്ങളെയൊന്നും വയറ്റിൽ ചുമക്കാനുള്ള ഭാഗ്യം അമ്മമാർക്ക് ലഭിക്കത്തില്ല, സ്ത്രീകൾക്ക് ലഭിക്കത്തില്ല. പുരുഷന്മാരുടെ കേസ് അങ്ങനെയല്ല. പുംബീജത്തിൻ്റെ ഉൽപ്പാദനം ത്രൂ ഔട്ട് ദി ലൈഫ് കാണുവാൻ സാധിക്കുന്നു. സോ നോട്ട് ഫ്രം ദി സ്പെർമാറ്റോഗോണിയം പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഈസ് ഫോംഡ് വിച്ച് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. In some of the primary spermatocyte reduction division, that is meiosis, takes place. You have already studied meiosis, mitosis and meiosis. ക്രമഭംഗവും ഊനഭംഗവും. First meiotic division and second meiotic division. 2 stages can be seen in the case of meiosis. Mitosis എന്ന് പറഞ്ഞാൽ simple multiplication, that is seen in body cells. Simple growth is effected through mitosis. But meiosis is only seen in reproductive cells. That is 2n number become half the number n. Diploid become haploid. Gametes are formed as a result of meiosis. As a result of meiosis, haploid gametes are formed inside the reproductive cells. എവിടെയൊക്കെയാണ് സംഭവിക്കുക ഇത്? ഒന്ന് ഓവറിക്കകത്ത് നടക്കും ഓവം നിർമ്മിക്കുവാനായിട്ട്. മറ്റത് സെമിനിഫറസ് ട്യൂബിൾസിൻ്റെ ഉള്ളിൽ നടക്കും. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് സ്പെർമാറ്റോസോവ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരണം, എങ്കിലേ പഠിപ്പിക്കുന്നത് നല്ല ഒരു മനസ്സിലാകുന്ന തരത്തിൽ പോകത്തുള്ളൂ. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അണ്ടർഗോസ് ഫസ്റ്റ് meiotic division. As a result, secondary spermatocytes are formed. What is the nature of this? First meiotic division is a reduction division. Actually, the chromosome number becomes half. മിയോസിസിൻ്റെ 1ാമത്തെ ഘട്ടം എന്ന് പറയുന്നതാണ് ആക്ച്വലി ക്രോമസോം നമ്പർ നേര് പകുതിയാകുന്ന ഘട്ടം. അപ്പോൾ ഹാപ്ലോയിഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്സ് ആർ ഫോംഡ്. ഓർമ്മിക്കുക. അപ്പോൾ വാട്ട് ഈസ് ദി നേച്ചർ ഓഫ് ക്രോമസോംസ് ഇൻ ദി കേസ് ഓഫ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്? ഈസ് ഇറ്റ് ഹാപ്ലോയിഡ്? യെസ്, ഇറ്റ് ഈസ് ഹാപ്ലോയിഡ്. സോ സ്പെർമാറ്റോഗോണിയം ഡിപ്ലോയിഡ്, primary spermatocyte diploid. Here it is haploid. Secondary spermatocyte is haploid. Now, in secondary spermatocyte, second meiotic division takes place. Before that, how many secondary spermatocytes are formed from one primary spermatocyte? Can you say? 2. Only 2 secondary spermatocytes are formed and are haploid in nature. Now, in this secondary spermatocyte, secondary meiotic division takes place. As a result, 4 haploid spermatid are formed. Spermatids. They are also haploid. So, how many cells are formed now from a single primary spermatocyte? 4. You have to note that point in your notebook. ഒരു
പ്രൈമറി സ്പെർമാറ്റോസൈറ്റിൽ നിന്നും 4 സ്പെർമാറ്റിഡുകൾ ഉണ്ടായി. ഹാപ്ലോയിഡ് നേച്ചറാണ് ഇവയ്ക്ക്. നൗ ഇൻ ദിസ് സ്പെർമാറ്റിഡ് certain modifications, transformations takes place. ഇതിന് ചില മാറ്റങ്ങൾ വന്നിട്ടാണ് സ്പെർമാറ്റോസോവയായിട്ട് പരിണമിക്കുന്നത്. This transformation stage is called spermiogenesis. So, under spermatogenesis, another process also takes place, that is the transformation stage. That is the transformation of spermatid into spermatozoa. That is spermiogenesis. From a single primary spermatocyte, 4 haploid spermatozoa are formed. This is spermatogenesis. Okay. Now the release of spermatozoa from the seminiferous tubule is called spermiation. So 3 terms you have to note: spermatogenesis, spermiogenesis and spermiation. After the formation of spermatozoa, the head of spermatozoa are embedded in the Sertoli cells of the seminiferous tubules. Sertoli cells, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കോശമാണ്. Sertoli cells, നഴ്സ് സെൽസ് എന്ന് പറയും. അതിന് വളരുന്ന സ്പെർമാറ്റോസോവയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്ന ജോലിയാണ് നഴ്സ് സെൽസ്. അത് നല്ലോണം ഓർമ്മിക്കുക. Inside the seminiferous tubules, certain nurse cells, namely Sertoli cells, are seen. Now see how this spermatogenesis is controlled by hormonal action. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്രകാരമാണ് നമ്മുടെ അന്തസ്രാവി ഗ്രന്ഥിയുടെ പ്രവർത്തനം ഈ സ്പെർമാറ്റോജെനസിസിനെ നിയന്ത്രിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹൈപ്പോതലാമസ് എല്ലാത്തിനെയും നിയന്ത്രിക്കുകയാണ്. സ്കൂളിലെ പ്രിൻസിപ്പൽ എല്ലാത്തിനെയും നിയന്ത്രിക്കും പോലെ ഈ മൊത്തം നമ്മുടെ ശരീരത്തിലെ ഹോർമോണൽ കൺട്രോൾ മെയിനായിട്ടും ഹൈപ്പോതലാമസിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. നേരത്തേക്ക് മാസ്റ്റർ ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് മനസ്സിലായി അതിനേക്കാൾ ഉയരെ എല്ലാം കൺട്രോൾ ചെയ്യുവാൻ ഹൈപ്പോതലാമസ് എന്ന മറ്റൊരു അന്തസ്രാവി ഗ്രന്ഥി ഉണ്ട്. They produce releasing hormones. Here GnRH, gonadotropic releasing hormone, produced from the hypothalamus. As a result of releasing hormone, it acts on pituitary. Pituitary produce stimulating hormones. Which are the stimulating hormones produced from the pituitary as a result of the action of GnRH? ശ്രദ്ധിക്കൂ, GnRH ഹൈപ്പോതലാമസിൽ നിന്നും സ്രവിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയിലുള്ള ആക്ഷൻ കൊണ്ട് ഏതൊക്കെ ഹോർമോണുകളാണ് റിലീസ്ഡ് ആവുന്നത്? നോട്ട് ദാറ്റ് പോയിന്റ്. LH and FSH. Have you heard these names before? LH means luteinizing hormone. FSH, follicle stimulating hormone. LH has got another name also. That is interstitial cell stimulating hormone, ICSH. It actually stimulates the interstitial cells of Leydig. That is why this name. Interstitial cells stimulating hormone ആയ LH എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സ്പെർമാറ്റോജെനസിസിന് സഹായിക്കും. അപ്പം FSH എന്ത് ചെയ്യും? സ്പെർമിയോജെനസിസിന് സഹായിക്കും. എങ്ങനെ? സ്പെർമിയോജെനസിസ് മീൻസ് ട്രാൻസ്ഫോർമേഷൻ അല്ലേ? സ്പെർമാറ്റിഡ് ടു സ്പെർമാറ്റോസോവ, ദാറ്റ് ഈസ് സ്പെർമിയോജെനസിസ്. അപ്പോൾ അതിന് വേണ്ടുന്നതായിട്ട് സെർട്ടോളൈ സെല്ലാണ് വളർത്തുന്നത്. അപ്പോൾ ഇറ്റ് ആക്ടിവേറ്റ്സ് സെർട്ടോളൈ സെൽസ്, FSH. FSH സെർട്ടോളൈ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യും. തൽഫലമായിട്ട് certain factors are released from the സെർട്ടോളൈ സെൽസ്. ഈ ഫാക്ടേഴ്സിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവയായിട്ട് മാറും. അങ്ങനെ സ്പെർമിയോജെനസിസിനെ ആര് സഹായിക്കും? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണായ FSH. അപ്പോൾ LH എന്ത് ചെയ്യും? LH, that is ICSH, acts on Leydig cells. You know where Leydig cells can see? Leydig cells can be seen in between the seminiferous tubules. Interstitial cells ആണ്. Interstitially placed one ആണ്. അവിടെ ആക്ട് ചെയ്തിട്ട് മെയിൻ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ആൻഡ്രോജനിനെ ഉൽപ്പാദിപ്പിക്കുവാൻ ഇടയാക്കും. ആൻഡ്രോജൻസ്, എ ഗ്രൂപ്പ് ഓഫ് ഹോർമോൺസ്, മെയിൽ സെക്സ് ഹോർമോൺസ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. ദേ കൺട്രോൾ ദി മെയിൽ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. അതാണ്
ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ ആൻഡ്രോജൻ എന്ന് ഉപയോഗിക്കാം, കാരണം വേറെയും 1-2 ഹോർമോണുകൾ കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആൻഡ്രോജൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആൻഡ്രോജൻ പ്രൊഡക്ഷന് സഹായിക്കുകയാണ് ആരുടെ ജോലി? LHൻ്റെ ജോലി. LH acts on Leydig cells so that androgens are produced. This enables spermatogenesis. FSH acts on Sertoli cells, thereby enables spermiogenesis. Spermiogenesis means transformation of spermatid into spermatozoa. അപ്പോൾ ഇനി നിങ്ങൾക്കുള്ളൊരു സംശയം ഇവിടെ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് എനിക്ക് മീശ വരാത്തത്? രമേശിന് മീശ വന്നു, എനിക്കെന്താ താടിരോമൊന്നും വരാത്തത്? ഞാനും +2 ആയില്ലേ? ഇങ്ങനെയൊരു വിഷമം നമ്മുടെ ആൺമക്കൾക്കെല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ്. ഇപ്പോൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ പറയാമോ? ആ ഹോർമോണൽ കൺട്രോൾ എങ്ങനെയാണ്? GnRH അല്ലേ, ഗൊണാഡോട്രോപിക് റിലീസിങ് ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഹൈപ്പോതലാമസ് കുറച്ച് ലേറ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനനുസരിച്ച് പിറ്റ്യൂട്ടറി ലേറ്റായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് അതിൻ്റെ ഗൊണാഡോട്രോപ്പിൻസ് LHും FSHും പ്രൊഡ്യൂസ് ചെയ്യും. അത് പിന്നെ അതിനനുസരിച്ച് സ്പെർമാറ്റോജെനിസിസ് സ്പെർമിയോജെനിസിസും എനേബിൾ ചെയ്യും. ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ടെസ്റ്റോസ്റ്ററോണിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് വൈകി വരുമ്പോൾ, ദാറ്റ് ഈസ് ആൻഡ്രോജൻസിൻ്റെ പ്രൊഡക്ഷൻ കുറച്ച് വൈകി വരുന്നതിൻ്റെ ഫലമായിട്ട് ഈ പറഞ്ഞ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഇൻ മെയിൽ അല്പം താമസിച്ചുണ്ടാകും. വിഷമിക്കാനൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അതിൻ്റെ ക്രോമസോമൽ നേച്ചർ, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അതിൻ്റെ ക്രോമസോമൽ നേച്ചർ, സ്പെർമാറ്റിഡ് അതിൻ്റെ ക്രോമസോമൽ നേച്ചർ പ്രത്യേകം എഴുതി പഠിക്കണം. ആരോ ഡയഗ്രാം വരയ്ക്കണം. ആസ് ആൻ അസൈൻമെൻറ്റ് ഫോർ യു, റൈറ്റ് ആൻ ആരോ ഡയഗ്രാം ഷോയിങ് സ്പെർമാറ്റോജെനിസിസ്. എങ്ങനെ നിങ്ങൾ ചെയ്യും? സ്പെർമാറ്റോഗോണിയം ഒരു ആരോ കൊടുക്കുക, 2n നമ്പർ കൊടുക്കുക. പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഒരു ആരോ കൊടുക്കുക, അതും 2n നമ്പർ കൊടുക്കുക. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ബ്രാക്കറ്റിൽ n കൊടുക്കുക. ദാറ്റ് റെപ്രസെൻറ്റ്സ് ഹാപ്ലോയിഡിറ്റി, ഹാപ്ലോയിഡ് നേച്ചർ. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിൽ നിന്ന് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് സ്പെർമാറ്റിഡ് എന്നെഴുതുക. ഹിയർ അഗെയിൻ n നമ്പർ, ദാറ്റ് ഡിനോട്ട്സ് ഹാപ്ലോയിഡിറ്റി. അഗെയിൻ ഒരു ആരോ കൊടുത്തിട്ട് സ്പെർമാറ്റോസോവ, ഹിയർ അഗെയിൻ n ഹാപ്ലോയിഡ്. ഇത് നിങ്ങൾ വരയ്ക്കണം എല്ലാവരും. ആരോ ഡയഗ്രാം ആയിട്ടായിരിക്കും, ചിലപ്പോൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആ സ്റ്റേജസ് അവിടെ ഇവിടെ വിട്ടിട്ടായിരിക്കും ചോദ്യം വരുന്നത്. നൗ വി ക്യാൻ സ്റ്റഡി വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് സ്പെർമാറ്റോസോവ. നല്ല രസമാണ്. ഹെഡ്, മിഡിൽ പീസ്, ടെയിൽ, these 3 regions we can see. Again, between the head and the middle piece there is a constricted portion, that is neck region. Now see, on the anterior part of the head region there is another structure that is called acrosome. സ്പീഡ് കൂടിപ്പോയോ? അതായത് തല, ഉടല്, വാല്, തലയുടെ മുന്നിലായിട്ടൊരു സാക്ക് പോലെ ഒരു സ്ട്രക്ചർ കോണിക്കലായിട്ട്, acrosome. It contains so many powerful enzymes, proteolytic enzymes. This enables to penetrate the ovum during fertilization. For example, ഒരു എൻസൈമാണ് ഹൈലൂറോണിഡേസ്, അത് കാണും. അത് ഓവത്തിൽ ഹൈലൂറോണിക് ആസിഡ് അതിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ടെക്സ്റ്റിൽ ചിലപ്പോൾ നോക്കുമ്പോൾ കണ്ടെന്ന് വരില്ല. അറിഞ്ഞിരിക്കുക, ടീച്ചറിനോട് ചോദിക്കുക, കൂടുതൽ വായിച്ച് പഠിക്കുക. സോ മിഡിൽ പീസ്, ഹെഡ് റീജിയൻ ഞാൻ പറഞ്ഞു, which contain an elongated nucleus inside. Now the neck region follows. Again the middle portion, middle piece. Middle piece has got a peculiarity that contains mitochondria. Mitochondrion singular, mitochondria plural. It enables to move the spermatozoa. It can move with the lashing tail. A tail region is also followed by the middle piece. Again, one more thing. 2 centrioles can be seen. One is proximal centriole, that is seen just beneath the head region, and the another one that is just the starting point of the tail region, that is distal centriole. Proximal centriole and distal centriole. അങ്ങനെ ഒരു 2 സെൻട്രിയോളുകൾ കൂടിയുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ അത് പരാമർശിക്കുന്നില്ല എങ്കിലും സ്പെർമാറ്റോസോവയുടെ സ്ട്രക്ചർ പറയുമ്പോഴത്തേക്ക് അത് വിട്ടുപോകുന്നത് ഉചിതമല്ല എന്ന് തോന്നി. സോ വൺസ് മോർ, ഇതിനെല്ലാം കവർ ചെയ്ത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്, ഹെഡുണ്ട്, ഹെഡിൻ്റെ മുന്നിൽ അക്രോസോം ഉണ്ട്, അതിനുള്ളിൽ പവർഫുൾ എൻസൈംസ് ഉണ്ട്, ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് തൊട്ട് താഴെ നെക്ക് റീജിയൻ ഉണ്ട്, അവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രോക്സിമൽ സെൻട്രിയോളുണ്ട്, തുടർന്ന് മിഡിൽ പീസ് ഉണ്ട് വിച്ച് കണ്ടെയ്ൻ മൈറ്റോകോൺട്രിയ, അതിനെ തുടർന്ന് വാലുണ്ട്, അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, വാലിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലായിട്ട്
ഡിസ്റ്റൽ സെൻട്രിയോളുമുണ്ട്. ഇത് നല്ല രീതിയിൽ വരച്ച് തെറ്റില്ലാതെ അടയാളപ്പെടുത്തി പഠിക്കുക. ഈ വസ്തുത കൂടി ഒന്ന് മനസ്സിലാക്കിക്കേ. The human male ejaculates about 200 to 300 million sperms during a coitus, of which for normal fertility at least 60% sperms must have normal shape and size, and at least 40% of them must show vigorous motility. Sperms produced from the seminiferous tubules are transported by accessory ducts. You have already studied all these accessory ducts. Now, along with the secretions of seminal vesicle, prostate gland, epididymis, vas deferens, etc., the spermatozoa with these secretions, semen. We can say the term semen. Otherwise, seminal plasma. What is the difference between semen and seminal plasma? Semen contains seminal plasma along with spermatozoa. Seminal plasma is devoid of spermatozoa. So when we conduct vasectomy in male, അവിടെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്യും. അപ്പോൾ സ്പെർമറ്റോസോവ എത്തത്തില്ല യുറേത്രയിലോട്ട്, പക്ഷേ ബാക്കിയുള്ള സെമിനൽ പ്ലാസ്മ എത്തുകയും ചെയ്യും. സോ ദാറ്റ് ഷുഡ് നോട്ട് അഫക്റ്റ് സെക്സ് ഡ്രൈവ് ആൻഡ് ആൾ ദോസ്. സെക്ഷുവൽ ലൈഫിനൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. നൗ ഹിയർ ഈസ് യുവർ ആക്ടിവിറ്റി. ലോഗിൽ വേണ്ടുന്നതായ അസൈൻമെൻറ്റ്സ് എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ പഠിച്ച arrow diagram ഞാൻ പറഞ്ഞു, അതൊന്ന് വരയ്ക്കുക. ഡ്രോ ദി arrow diagram starting from spermatogonium ending in spermatozoa and write the ploidy also, whether it is haploid or diploid. 2n എന്നിട്ടാൽ ഡിപ്ലോയിഡ്, n എന്നിട്ടാൽ ഹാപ്ലോയിഡ്. എങ്ങനെ എഴുതും? ഡ്രോ ആൻ arrow diagram ഓഫ് സ്പെർമാറ്റോജെനിസിസ്. ഡിപ്ലോയിഡ് ഹാപ്ലോയിഡ് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു arrow diagram വരയ്ക്കുക, സ്പെർമാറ്റോജെനിസിസിനെ പ്രതിനിധീകരിക്കുന്ന. എഴുതിയോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റിഡ് ആൻഡ് സ്പെർമാറ്റോസോവ. ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെർമാറ്റിഡ് ആൻഡ് സ്പെർമാറ്റോസോവ. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സ്പെർമാറ്റോസോവ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 5 പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്? ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഹൗ മെനി സ്പെർമാറ്റോസോവ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം 5 primary spermatocytes? Again, one more, where this spermatogenesis takes place. Differentiate the functions of Sertoli cell and Leydig cell. Okay? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഗാമറ്റോജെനിസിസിനെ കുറിച്ചുള്ള ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും നല്ല പോലെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പഠിച്ച് റെഡിയായി വളരെ താല്പര്യത്തോടു കൂടി നെക്സ്റ്റ് ഡേ വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ വിടവാങ്ങുകയാണ്. നന്ദി.